കുഞ്ഞുമക്കളിൽ പൊതുവെ കണ്ടുവരുന്ന വാശി എന്ന ദുശ്ശീലം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഏതാണ്ട് എല്ലാ മക്കളിലും കുഞ്ഞു പ്രായത്തിൽ വാശി ഒരു വലിയ പ്രശ്നമായി മാതാപിതാക്കൾക്ക് തോന്നാറുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതവരിൽ തുടങ്ങുന്നത്. വാശി പിടിച്ച് നിർത്താതെ കരഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇതാരംഭിക്കുന്നത്. കുഞ്ഞുങ്ങളിലെ വാശിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ അമ്മ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മാത്രം പാല് കൊടുക്കുക എന്ന ശീലം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ചില അമ്മമാർ പറയുന്നത് കേൾക്കാറുണ്ട്, കുഞ്ഞ് വിശക്കുമ്പോൾ കുഞ്ഞ് കരയും, അപ്പോൾ മാത്രം പാല് കൊടുത്താൽ മതി എന്ന്. അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം ഉള്ളിടത്താണ് പല സമയങ്ങളിലും ഇത്തരം സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന അമ്മായിയമ്മയും മരുമകളും ഉള്ളിടങ്ങളിലെ പലപ്പോഴും കുഞ്ഞ് ഉണരുമ്പോഴേക്കും കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ചില അമ്മമാരും തങ്ങളുടെ ജോലികളിൽ മുഴുകി കുഞ്ഞ് കരയുന്നത് വരെ പാല് കൊടുക്കാൻ കാത്തിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരിക്കലും കുഞ്ഞു മക്കൾക്ക് പാല് കൊടുക്കുന്നത് അവർ കരയുന്നത് വരെ കാത്തിരുന്നിട്ടാവരുത്. കുഞ്ഞുനാൾ മുതൽ നിങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഓരോ പെരുമാറ്റങ്ങളും അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ട്രെയിനിങ് ആണ്. നിങ്ങൾ ഏതെല്ലാം രീതികളിൽ കുട്ടികളോട് പെരുമാറുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവരിലുണ്ടാവുന്ന ഓരോ പുരോഗതിയും. ഒരിക്കലും ഒരു കുഞ്ഞ് സ്വയം ഒന്നും ആർജിച്ചെടുക്കുന്നില്ല. എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടോ അത് നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നോ അവർ കണ്ടു പഠിക്കുന്ന പാഠങ്ങളാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ ചിരിക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്തെല്ലാമോ ശബ്ദങ്ങൾ അവർ കേൾക്കുന്നത് കൊണ്ടാണ് അവരും അതുപോലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ കുഞ്ഞ് കരയുമ്പോൾ മാത്രമേ നിങ്ങൾ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നുള്ളൂവെങ്കിൽ അവിടെ കുഞ്ഞ് പഠിക്കുന്ന ആദ്യത്തെ പാഠമാണത്, വിശക്കുമ്പോൾ കരയണമെന്നത്. എന്നാലേ തനിക്ക് പാല് കിട്ടൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് കാണാം. എന്നാൽ പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട്, കുഞ്ഞ് കരയുകയോ കരയാതിരിക്കുകയോ ചെയ്തോട്ടെ, കൂടിയാൽ 2 മണിക്കൂർ ഇടവേളകളിൽ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും പാല് കൊടുത്തിരിക്കണമെന്ന്. വയറ് നിറച്ച് പാല് കിട്ടുന്ന ഒരു കുഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങുമെന്ന്. ഇതിനിടയിൽ 1-2 വട്ടം ആ കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നുള്ള പ്രധാനമാണ്. അതിന് കൃത്യമായ ഇടവേളകളിൽ പാല് കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ട്രെയിനിങ് ആണത്. വിശക്കുമ്പോൾ കുഞ്ഞ് കരയേണ്ടതില്ല എന്നും അമ്മ പാല് തരും എന്നുള്ളൊരു ബോധം ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ ഉണർന്ന് കരയുമ്പോഴേക്കും എടുത്തിരിക്കുക എന്നുള്ളൊരു ശീലം നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ കിടന്ന് കളിക്കേണ്ട സമയത്ത് കിടന്ന് കളിക്കുക തന്നെ വേണം. അത് അവരുടെ കൈകാലുകളുടെയും പേശികളുടെയും ചലനത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഉണർന്ന് കുട്ടി ഒന്ന് കരയുമ്പോഴേക്കും പോയി കുട്ടിയെ എടുത്തുകൊണ്ട് നടന്നാൽ പിന്നെ എടുക്കാൻ വേണ്ടി ആ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ കുട്ടികളെ എടുക്കാനും അവർ കരയാൻ കാത്തു നിൽക്കണമെന്നില്ല. നമുക്കെപ്പോൾ കുട്ടികളെ എടുക്കണമെന്ന് തോന്നുന്നോ അപ്പോൾ കുട്ടികളെ എടുക്കാം. കുഞ്ഞുനാളുകളിൽ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നീടുള്ള ജീവിതത്തിൽ അവരുടെ ഓരോ ശീലങ്ങളായി മാറുന്നത്. അതുപോലെ ശൈശവ കാലഘട്ടത്തിലാണല്ലോ വാശി എന്ന കാര്യം പലപ്പോഴും കുട്ടികളിലേക്ക് കടന്നു വരുന്നത്. അമ്മയിൽ നിന്ന് പാല് കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ കുഞ്ഞാണെങ്കിൽ പിന്നീട് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും കരച്ചിൽ എന്നത് ഒരു ഉപാധിയായി ആ കുട്ടി സ്വീകരിച്ചിരിക്കും. ചില മക്കളിൽ ഏതാണ്ട് 1 വയസ്സിന് ശേഷമായിരിക്കാം ഇത്തരം ശീലങ്ങൾ കടന്നു വരുന്നത്. കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നത് എന്തിനാണെന്ന കാര്യം മനസ്സിലാക്കുക. അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കുട്ടി കരയുന്നത്
കുട്ടിക്ക് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടി ആണ് എങ്കിൽ അത് കുട്ടി കരയുന്നതിന് മുമ്പേ ചെയ്തു കൊടുക്കുക. താൻ കരഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ് ഈ കാര്യം അമ്മ അല്ല മറ്റുള്ളവർ തനിക്ക് വേണ്ടി ചെയ്തു തന്നത് എന്ന് ഒരിക്കലും കുട്ടിക്ക് തോന്നാൻ പാടില്ല. വാശി പിടിച്ച് കരയുന്ന കാര്യം ഒന്നും കുട്ടിക്ക് ചെയ്തു കൊടുക്കണ്ട എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. അനാവശ്യ കാര്യത്തിനാണ് കരയുന്നതെങ്കിൽ അത് പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളതാണ്. എന്നാൽ കുട്ടിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ വാശി പിടിച്ച് കരയുന്ന സമയത്തല്ല, ഒന്നുകിൽ അതിനു മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം മാത്രം ചെയ്തു കൊടുക്കുക. താൻ വാശി പിടിച്ചിട്ടാണ് ഇത് കിട്ടിയത് എന്ന് ഒരിക്കലും കുട്ടിക്ക് തോന്നരുത്. മറിച്ച് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നും തനിക്ക് കിട്ടേണ്ടത് തീർച്ചയായും കിട്ടും എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കണം. അതുപോലെ യാത്രാ വേളകളിലൊക്കെ ചിലപ്പോൾ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയും കുട്ടികൾ വാശി പിടിച്ച് കരഞ്ഞേക്കാം. ചിലർ പറയും വാങ്ങി നൽകിയേക്ക്, അത്രയല്ലേ പൈസയുള്ളൂ എന്നല്ല. പണം എത്ര വേണം എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. കുഞ്ഞു പ്രായത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. എന്നാൽ കുഞ്ഞു പ്രായത്തിൽ അവർ ആവശ്യപ്പെടുന്നതെല്ലാം നടത്തിക്കൊടുത്ത നമ്മൾക്ക് അവർ വലുതാവുമ്പോൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് കുഞ്ഞു പ്രായത്തിലെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശീലങ്ങൾ ഇല്ലാതാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചില അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയുമ്പോൾ നല്ല തല്ല് വെച്ച് കൊടുക്കുന്നത് കാണാറുണ്ട്. ഇതൊരിക്കലും നല്ല രീതിയല്ല. അടി കൊടുത്ത് ഒരിക്കലും കുട്ടികളെ മാറ്റിയെടുക്കാം എന്ന ചിന്ത ഉണ്ടാവരുത്. ചിലർ വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്നത് കാണാറുണ്ട്. മറ്റു ചിലർ ചിലപ്പോൾ സ്വയം വേദനിപ്പിക്കുക, ചുമരിൽ തല കൊണ്ട് ചിടിക്കുക, നെഞ്ചത്തിടിക്കുക, ഇങ്ങനെയൊക്കെ. കുട്ടികൾ സ്വയം അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായും അവഗണിക്കുക. അതൊരു വലിയ പ്രശ്നമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അത് തുടരുക തന്നെ ചെയ്യും. നിങ്ങളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ പൂർണ്ണമായും അത്തരം കുട്ടികളുടെ പ്രവർത്തനങ്ങളെ അവഗണിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ 1-2 വട്ടം കൊണ്ട് കുട്ടികൾ അത്തരം പ്രവർത്തികൾ നിർത്തുന്നതായിരിക്കും. ചില കുട്ടികൾ ഇതുപോലെ വാശി പിടിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ക്ലാസ്സുകൾ എറിഞ്ഞൊടിക്കുക, അതുപോലെ വില പിടിച്ച വസ്തുക്കൾ നശിപ്പിക്കുക തുടങ്ങിയവ. കുട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ ഇല്ലാതാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില കുട്ടികൾ വാശി കാണിക്കുന്നത് കൂട്ടത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുമ്പോഴാവാം, അനിയനോ അനിയത്തിയോ ഒക്കെ. അവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരുമ്പോൾ ഒരിക്കലും മൂത്ത ആൾക്ക് ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. നിന്നെ എനിക്കിനി വേണ്ട, ഞങ്ങൾക്ക് പുതിയൊരാൾ കിട്ടി തുടങ്ങിയ സംസാരങ്ങൾ പലപ്പോഴും കുട്ടികളുടെ മുമ്പിൽ നിന്ന് കേൾക്കാറുണ്ട്. ഒരിക്കലും അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്നോ ഇത്തരം സംസാരങ്ങൾ കുട്ടികളോട് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറിച്ച് മൂത്ത ആൾക്ക് വേണ്ടിയാണ് അടുത്ത ആൾ വരുന്നത്, നീയാണ് നോക്കേണ്ടത്, നിൻ്റേതാണ് തുടങ്ങി ആ കുട്ടിക്ക് ഇളയ ആളുടെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ആ കുഞ്ഞിനോട് സംസാരിക്കുക. ഇളയ ആൾ വരുന്നതിന് മുമ്പ് മൂത്ത ആൾക്ക് കൊടുത്തിരുന്ന പരിഗണന എന്താണോ അത് അതുപോലെ തന്നെ അവർക്ക് നിലനിർത്തുക. ഇളയ ആൾക്ക് കളിപ്പാട്ടങ്ങളും അതുപോലുള്ള വസ്തുക്കൾ വാങ്ങി നൽകുമ്പോൾ ആദ്യം അത് മൂത്ത ആൾക്ക് നൽകുകയും അവരെ കൊണ്ട് ഇളയ ആളുകൾക്ക് നൽകുകയും ചെയ്യുകയാണെങ്കിൽ അത് അവരിൽ ഷെയറിങ് എന്നൊരു ശീലം വളർത്താൻ കൂടി സഹായിക്കും. കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ വരാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും നിങ്ങളുടെ കമൻറ്റുകൾ പറയാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.